നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം ദിലീപ് സിനിമ ഫാഫാഫ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ഭാഗ്യലക്ഷ്മി അടക്കമുള്ള രംഗത്തെത്തിയിരുന്നു. ഇന്നാണ് സിനിമ റിലീസ് ചെയ്തത്. ഫാഫാഫ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നടക്കുന്ന ക്യാമ്പയിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മിയുടെ ഇരട്ടത്തപ്പിനെ കുറിച്ചും നമുക്ക് തുറന്നു സംസാരിക്കാം. ദിലീപിന്റെയും വേടന്റെയും വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി സ്വീകരിച്ച ഡബിൾ സ്റ്റാൻഡാണ്. ഫാഫാഫ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നത് കണ്ടു. സിനിമ കാണാനോ വേണ്ടായോ എന്നത് വ്യക്തിപരമായ കാര്യമാണ്. സിനിമ കാണുന്നതിൽ നിന്ന് ഒരാളെ പിടിച്ചു വെക്കാനോ നിർബന്ധിച്ച് കാണിക്കാനോ ആർക്കും കഴിയില്ല. പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡുണ്ട്. ദിലീപിന്റെ പടം കാണണ്ട, ഇത്രയേറെ പണം പണം പുള്ളിക്ക് കിട്ടുന്ന സിനിമയിലൂടാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമ കാണാതിരിക്കാം. നാട്ടുകാർ കൂടി സിനിമയ്ക്ക് കയറാതായാൽ അദ്ദേഹത്തിന്റെ വാല്യൂ ഇടിഞ്ഞ് അതോടെ പണം വരുന്നത് നിൽക്കുമല്ലോ. അതോടെ ദിലീപും ഇല്ലാതായി എന്ന രീതിയിലാണ്. കളക്റ്റീവ് എഫോർട്ടാണ് സിനിമ. ദിലീപ് എന്ന മാത്രം ആളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല സിനിമ. ഫാഫാബയിൽ ലാലേട്ടമുണ്ട്. ഏട്ടൻ ഫാക്ടറാണ് ഈ സിനിമയ്ക്ക് ഇത്രയേറെ ഹൈപ്പ് കയറാൻ ഏറ്റവും പ്രധാന കാരണവും. പ്രീ ബുക്കിംഗും സിനിമയ്ക്ക് റെക്കോർഡാണ്. പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നോക്കൂ, അതിൽ കയറി കത്തും. എമ്പുരാന്റെ കാര്യത്തിലും അത് നമ്മൾ കണ്ടതാണ്. കാണാൻ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നത് കാണാൻ ആസക്തി കൂടുതലായിരിക്കും ആളുകൾക്ക്. ഫാഫാവെക്കുറിച്ചും ലാലേട്ടനെക്കുറിച്ചും ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് കേട്ടിരുന്നു. ഒരു സ്റ്റാൻഡും ഇല്ലാത്തവളാണവൾ. വേടനെക്കുറിച്ച് പറയുമ്പോൾ നല്ല മനോഭാവവും ദിലീപിനെക്കുറിച്ച് പറയുമ്പോൾ അയ്യേ എന്ന മനോഭാവവും. വേടനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. സ്വന്തം സുഹൃത്തായത് കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മിയൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പുറമേ കാണിക്കുന്ന പ്രോഗ്രസീവ് ഫേസ് ഉണ്ട്. അതുകൂടി ഒന്ന് പരിശോധിച്ചാൽ നന്നാകും. അതൊന്നും ചെയ്യാനാകാതെ ലാലേട്ടൻ അടക്കമുള്ളവരെ അപമാനിക്കുന്നത്. ഇതൊക്കെയാണ് ശ്രീലക്ഷ്മിയുടെ പുരോഗമന ചിന്താഗതി. വേടനെതിരെ കേസ് കൊടുത്ത സ്ത്രീകൾ നൽകിയ മൊഴികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വേടൻ ചെയ്തിട്ടുള്ള വൃത്തികേടുകളെക്കുറിച്ച് ആ സ്ത്രീകൾ വ്യക്തമായി പറയുന്നുണ്ട്. അതൊന്നും കാണാതെയും കേൾക്കാതെയും ശ്രീലക്ഷ്മിക്ക് സമയമില്ല. വേടന്റെ അടിമയാണ്. ഭാഗ്യലക്ഷ്മിയുടെ സ്റ്റാൻഡ് സമാനമാണ്. വേടന്റെ കാര്യം പറയുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് വേറെയാണ്. വേടനുമായി ബന്ധപ്പെട്ട പരാതിയുമായി എത്ര കുട്ടികളാണ് വന്നിട്ടുള്ളത്? വേടൻ തെറ്റ് ഏറ്റുപറഞ്ഞ് തുറന്നു പറഞ്ഞത് എന്നതുകൊണ്ട് വേടനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കൊട്ടേഷൻ കൊടുക്കാതെ എല്ലാ പ്രവൃത്തിയും ഒറ്റയ്ക്ക് ചെയ്തവനാണ് വേടൻ. വിവാഹ വാഗ്ദാനം കൊടുത്ത് സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ച് അവനെ പീഡിപ്പിച്ച ഒരുത്തനാണ് വേടൻ. അവനെയാണ് ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഗ്ലോറിഫൈ ചെയ്യുന്നത്. ദിലീപിനെ പോലെയല്ല വേടൻ എന്നാണ് പറയുന്നത്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിഞ്ഞിട്ട് പോലുമില്ല. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. വേടന്റെ കേസ് ഇപ്പോഴും കോടതിയിലാണ്. വിവാഹ വാഗ്ദാനം കൊടുത്ത് ചതിക്കുകയല്ലേ വേടൻ ചെയ്തത്. ഇരകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് വ്യാപ്തി അളക്കാൻ പ്രത്യേക സ്കെയിലുണ്ടോ? പല സ്ഥലങ്ങളും ഈ സ്ത്രീ പൊളിഞ്ഞു പോകുകയാണ്. കൂട്ടുകാരും കുടുംബക്കാരുമെല്ലാം അറിഞ്ഞാൽ ആ ഭാഗ്യലക്ഷ്മിക്ക് വേറെ സ്റ്റാൻഡാണ്. ദിലീപിനെ വെറുതെ വിട്ട് എന്നതാണ് ഇവർക്കുള്ള പ്രശ്നമാകുന്നത്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന വെറും പ്രഹസനം മാത്രമാണ്. ജെന്യുവിനായി അവൾക്കൊപ്പം നിൽക്കുന്നവരുണ്ട്. രാംലീല ഒരു കളക്റ്റീവ് എഫോർട്ടായി തോന്നുന്നുണ്ട് ഭാഗ്യലക്ഷ്മിക്ക്. പക്ഷേ മോഹൻലാൽ അവനോടൊപ്പം അവൾക്കോടൊപ്പം എന്ന് പറയുമ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് പുള്ളി. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയരുത്. നമ്മൾ ബുദ്ധിജീവികളാണല്ലോ. ഒരു സെൻസുമില്ലാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ ചിലപ്പോൾ അടിക്കുന്നതും